ഹലോ ഗൈസ്, കുക്ക് ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരുന്നത് മൂന്നാറിൻ്റെ കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുകയാണ്. അത് മൂന്നാറിലേക്കാണ്. മൂന്നാർ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ നേരിമംഗലം പാലത്തിൻ്റെ സൗന്ദര്യം, അതൊരു പ്രത്യേക ഫീലാണ് ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ. അങ്ങനെ പാലം കടന്നു അതിൻ്റെ ഉള്ള വനപാതയിലേക്ക് കടന്നു. അപ്പോൾ ഒത്തിരി സഞ്ചാരികളൊക്കെ നമ്മുടെ റോഡിലുണ്ട്, ചുറ്റുപാടിലുണ്ട്. അന്തരീക്ഷം വളരെ പ്ലസൻ്റാണ്. പ്ലസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം, അത് രാവിലെയാണ്. സൂര്യപ്രകാശം ഈ ഇലകളിൽ വീണിട്ട് ഒരു പ്രത്യേക ഒരു ഗോൾഡൻ ബ്യൂട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഗോൾഡൻ ബ്യൂട്ടി ആസ്വദിച്ച് എത്രയും പെട്ടെന്ന് തന്നെ മൂന്നാറിലെ പ്രഭാതം എൻജോയ് ചെയ്യാനുള്ള യാത്രയാണ്. പക്ഷെ ഉദ്ദേശിച്ച സമയത്തിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. സ്വല്പം ഡിലേ വന്നു. അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മാക്സിമം നേരത്തെ മൂന്നാറിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ പിന്നൊക്കെ ഓടിച്ച് കയറി നമ്മൾ കുറച്ച് സ്പീഡായിട്ട് തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ചീയപ്പാറ വെള്ളച്ചാട്ടം പതിവിനെ വിട്ട് സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ അടക്ക ഒതുക്കത്തോടുകൂടി യൗവനത്തിൻ്റെ തെറിപ്പിനെ വിട്ടിട്ട് ഒരു ശാലീന സുന്ദരിയുടെ ഭാവത്തോടുകൂടി ഇങ്ങനെ താഴേക്ക് ഒഴുകി വീഴുന്ന പാൽ നുരകൾ, അത് കാണാനായിട്ട് ആൾക്കാർ അവിടെ ചുറ്റുപാടുമുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്. അതുപോലെ തന്നെ ആ പാലത്തിൻ്റെ താഴേക്കുള്ള ഭാഗത്തും നല്ല രസമായിട്ടുണ്ട്. അപ്പം ക്യാമറയ്ക്ക് മുഴുവൻ അത് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. കുറേ പരിമിതികൾ നമുക്കുണ്ട്. കാരണം ഈ വെള്ളം ഇങ്ങനെ പതഞ്ഞ് വീഴുന്നത് ഒരു പ്രത്യേകമാണ്. എനിക്ക് തോന്നുന്നു വെള്ളം എന്ന് പറയുന്നത് പ്രകൃതിയിലൊരു അത്ഭുത സൃഷ്ടിയാണ്. ഈ സംഗതി ഇതിന് പല രീതിയിൽ രൗദ്രതയുണ്ട്, ഭംഗിയുണ്ട്, ശാലീനതയുണ്ട്, ഗാംഭീര്യമുണ്ട്. അത് ഭംഗിയാണ്, വല്ലാത്തൊരു ഫീൽ വരും. അപ്പോൾ അധിക സമയം നമുക്കവിടെ ചിലവഴിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ വീണ്ടും മൂന്നാറിൻ്റെ ആ ഇതിലേക്ക് എത്തി. മൂന്നാറിൻ്റെ എൻട്രി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസമുണ്ട്. ശരിക്കും നീല ആകാശം, മേഘങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ദുൽഖർ സൽമാൻ്റെ സിനിമയുടെ പേര് പറയണ പോലെ ആ രീതിയിൽ ഉള്ള ഒരു സംഭവമാണ്. വല്ലാത്തൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അപ്പം കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് നമ്മൾ ആ മൂന്നാറിൻ്റെ ആ ഒരു സൗന്ദര്യവും കുളിരും അത് ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു നേർത്ത കുളിരും കൂടെ അവിടെയുണ്ട്. അപ്പോൾ പ്രഭാതത്തിൻ്റെ വെയിലും അതുപോലെ തന്നെ കുളിരും എല്ലാം ചേർന്നിട്ട് നല്ല സുഖകരമായ ഒരു ആശ്ലേഷം മൂന്നാർ ഞങ്ങൾക്ക് നൽകി. ഈ പൈൻമരക്കാട്, അതായത് മൂന്നാർ ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് KSRTC സ്റ്റാൻഡിനോട് ചേർന്നിട്ട് ഒരു പൈൻമരക്കാടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ കംപ്ലീറ്റ് ഇതിലേക്ക് മാക്സിമം മൂന്നാർ കവർ ചെയ്ത് വരണം. കാരണം ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 1 വർഷമായി മൂന്നാറിനെ കണ്ടിട്ട്. അപ്പം മൂന്നാർ എങ്ങനെയുണ്ട്, മൂന്നാറിൻ്റെ സൗന്ദര്യം കൂടിയോ, കൂടുതൽ സുന്ദരിയായോ, ഇതൊക്കെയാണ് നമ്മുടെ ആകാംക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഭാഗത്തും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. മൂന്നാറിൻ്റെ ആ പച്ചപ്പിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക, കൂപ്പുകുത്താനുള്ള യാത്രയാണിത്. അതുപോലെ മൂന്നാർ ടൗണിൽ കാര്യമായിട്ട് ടൂറിസ്റ്റുകളോ വണ്ടികളോ ഒന്നുമില്ല. കാരണം ഈ ലോക്ക്ഡൗണിൻ്റേതും കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. അപ്പം പൊല്യൂഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും മൂന്നാറിൻ്റെ ആ പഴയ തിരക്കും ബഹളമൊന്നുമില്ല. റോഡിലാണെങ്കിലും വാഹനങ്ങൾ ഇവിടെ വരുമ്പോൾ ബ്ലോക്ക് കടന്നു പോകാൻ ഒത്തിരി സമയം എടുക്കാറുണ്ട്. പക്ഷെ എന്നാലും നല്ല രസമായിട്ടുണ്ട് യാത്ര. അതുപോലെ തന്നെ മൂന്നാർ CSI ചർച്ച്, അത് അവിടെ തല ഉയർത്തി അതിൻ്റെ ആ പഴയ ഗതകാലത്തിൻ്റെ പ്രൗഢിയും ആ പാരമ്പര്യമൊക്കെ വിളിച്ചോതിക്കൊണ്ട് അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മളത് ഒഴിവാക്കി പോവുകയാണ്. അപ്പോൾ ശരിക്കും അന്തരീക്ഷം വളരെ ക്ലിയറാണ്. അതായത് ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ബ്ലൂ സ്കൈ എൻജോയ് ചെയ്യണം. അതായത് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ പച്ചപ്പ് വാരിപ്പൊതച്ച മലകൾ, ചെറിയ ചെറിയ കുന്നുകൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും മൂന്നാർ നമുക്കൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കൺട്രോൾ തന്നെ വിട്ടുപോകുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് മൂന്നാർ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡിൽ കൂടെ പോവാണ്. അപ്പം കഴിഞ്ഞ വർഷക്കാലത്തെ വെള്ളപ്പാച്ചിലിൻ്റെ ബാക്കി പത്രമായിട്ട് ഒരു നീരൊഴുക്ക് ഉണ്ട്. അവിടെ ചെറിയ തോടായിരുന്നു അത്, ഇപ്പോൾ അതൊരു വിധം വലിപ്പമുള്ളൊരു തോട് പോലെ ആയിട്ടുണ്ട്. അപ്പം അവിടെ ഈ പെബിൾസ്, ഈ ചെറിയ ചെറിയ കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ശേഖരവും എല്ലാം നല്ല ഭംഗിയായിട്ട് കുറേ സമയം അത് തന്നെ നോക്കി നിൽക്കാനുണ്ട്. നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ അവിടെ നിന്നും പിന്നെ നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. അപ്പം അങ്ങനെ ഈ പർവ്വത നിരകൾ അപ്പുറത്ത് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ രസമാണ്. നമുക്ക് ഓരോ സ്പോട്ടും ഇറങ്ങി നിന്ന് കണ്ട് ആസ്വദിച്ചുവാണ്. അവിടുത്തെ ഒരു റോഡ് സൈഡിലുള്ള ഒരു മരമാണെങ്കിൽ പോലും അതിൻ്റെ ഇതൊക്കെ ആകാശത്തേക്ക് നിൽക്കുന്നത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ പച്ചപ്പിൻ്റെ എന്താ പറയുക, ഇങ്ങനെ പച്ചപ്പിൻ്റെ ഇങ്ങനെ ഒരു കാർപ്പറ്റ് ഇങ്ങനെ നിരത്തി വിരിച്ച പോലെയുള്ള തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ത്രില്ലിംഗ് ആണ് ഇങ്ങനെ വീതി കുറഞ്ഞ വളഞ്ഞ് തിരിഞ്ഞുള്ള ധാരാളം വളവ് തിരിവുകളുള്ള റോഡിൽ കൂടെയുള്ള ഡ്രൈവിംഗ്. ഏത് സമയത്തും അപ്പുറത്തെ സൈഡിൽ നിന്ന് ജീപ്പോ അല്ലെങ്കിൽ ട്രാക്ടറോ അല്ലെങ്കിൽ മറ്റൊരു ടൂറിസ്റ്റ് വാഹനമോ നമ്മുടെ നേരെ ചാടി വീഴാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. അപ്പം ഈ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ വഴിക്കൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോയിൻ്റ് നഷ്ടപ്പെട്ടാൽ ആ പോയിൻ്റ് നമുക്ക് ഇതാണ്. കാരണം ഈ ഒരു കാഴ്ച അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുമ്പോൾ വേറൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഭംഗിയായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് മൂന്നാർ എന്താ പറയുക, ശരിക്കും
അത് ഓരോ വട്ടം വരുമ്പോഴും ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പിന്നെയും ഒരു വളരെ വ്യത്യസ്തമായ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മണി അടുത്ത സമയത്താണ്, ഇപ്പോൾ രാവിലെ 10 മണി അടുത്ത സമയമാണ്. അപ്പം ഈ സൂര്യപ്രകാശം ഒരു പ്രത്യേക ഭംഗിയുള്ള സൂര്യപ്രകാശമാണ് ആ സമയത്ത് വരുന്നത്. അപ്പോൾ അത് ഈ ഫ്ലൂറസൻ്റ് ഈ പച്ചപ്പിലേക്ക് വീണിട്ട് ഒരു പ്രത്യേകമായൊരു ഭംഗിയാണ്. മാത്രമല്ല ഈ മരങ്ങളുടെ ചില്ലുകളും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ വല്ലാത്തൊരു ഭംഗി ഇങ്ങനെ തുമ്പി. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എതിർവശത്തു നിന്നൊക്കെ വാഹനങ്ങൾ വളരെ കുറവായതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വെച്ചാൽ റോഡെല്ലാം നല്ല റോഡാണ്. അതുപോലെ വീതി കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇരുവശങ്ങളിലും പൈൻ മരങ്ങളും എല്ലാ കാര്യങ്ങളും. പിന്നെ മൂന്നാറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പോലീസ് സാന്നിധ്യമാണ്. അപ്പം ഫാമിലി ആയിട്ടുള്ള യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. മറ്റേതൊരു ടൂറിസ്റ്റ് സ്പോട്ടിനേക്കാൾ കൂടുതൽ ടൂറിസം പോലീസ് ആയതുകൊണ്ട് അവർ വളരെയധികം പൊളൈറ്റാണ്, വളരെയധികം നമ്മളോട് സ്നേഹത്തോടും കരുതലും നല്ല കെയറോടു കൂടിയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഫാമിലി ആയിട്ടുള്ള യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. മൂന്നാറിൻ്റെ ഏത് ആംഗിളിൽ ചെന്നാലും അവിടെ ഒരു പോലീസ് വണ്ടിയോ ഒരു പോലീസിൻ്റെ പ്രൊട്ടക്ഷനോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുപോലെ ഈ വഴിയിലൊക്കെ ഈ പശുക്കളൊക്കെ ഇങ്ങനെ അവർ രാവിലെ തീറ്റ തിന്നാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ ഭംഗിയായിട്ടൊക്കെ പോകാം. അപ്പം നമ്മളുടെ വാഹനത്തെ പലരും കടന്നു പോകുന്നുണ്ട്, പല വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മാക്സിമം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി, അതുപോലെ പൈൻമരക്കാടിൻ്റെ യൂക്കാലിപ്സ് കാടിൻ്റെ ഭംഗി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം ഒരു മീഡിയം സ്പീഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ബ്രോഡായിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെ ഇതിലേക്ക് ഞങ്ങൾ വന്നു. ഇവിടെ ശരിക്കും വണ്ടി നിർത്തി നമ്മൾ കുറച്ച് സമയം നിൽക്കേണ്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ആശ്വാസം ഇങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിരുന്ന അവൻ മടുത്തത് കൊണ്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും യാത്ര മുന്നോട്ട് തുടരുകയാണ്. അപ്പം ശരിക്കും ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൂഡാണ്. ഇത് ക്യാമറയ്ക്ക് മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ്. ഇങ്ങനെ തേയിലത്തോട്ടവും അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ തണലിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള യൂക്കാലിപ്സ് അല്ലെങ്കിൽ പൈനിൻ്റെ മരങ്ങളും അതെല്ലാം കൂടെ കൂടിയിട്ട് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും കിട്ടു എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ആ കാഴ്ച കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോകാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ഇറങ്ങി കുറച്ച് നേരം, സമയം എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും കുറച്ച് നേരം ആ പച്ചപ്പ് കണ്ടിട്ട് പോയില്ലെങ്കിൽ ഇത് സൃഷ്ടിച്ച ഈശ്വരൻ അത് അത്രയും ഭംഗിയായിട്ടുള്ള സൃഷ്ടിയാണിത്. എന്ത് ഭംഗിയായിട്ട് ഇത് എനിക്ക് ഭയങ്കരമായ കാഴ്ചയാണിത്. ഒരു നഗരത്തിൻ്റെ ആ ബഹളങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ ഇതിൽ നിന്നും ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച, അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ഭംഗി ആ കാഴ്ച. നമ്മൾ ഇപ്പം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിലാണ്. പണ്ടിവിടെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു. ശരിക്കും പച്ച കളറിലുള്ള വെള്ളം കിടക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം. സഞ്ചാരികൾ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയായിട്ടുണ്ട് ഡാമിൻ്റെ സൈറ്റെല്ലാം. പക്ഷേ മാട്ടുപ്പെട്ടി ഡാം ഒന്നുകൂടി സുന്ദരിയാവുകയാണ് ചെയ്തത്. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ ശരിക്കും ഈ പച്ചപ്പിൻ്റെ തുരുത്തിനകത്ത് ഒരു എന്താ പറയുക, നീളത്തിൽ കെട്ടിയിരിക്കുന്ന റിബൺ പോലെയുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര, ശരിക്കും ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ ബൈക്കിൽ റൈഡ് ചെയ്യേണ്ട സ്ഥലമാണ്. അതുപോലെ ഭംഗിയുള്ള സംഭവമാണ്. ഈ കാലാവസ്ഥ വളരെ നല്ല, നമുക്ക് അനുകൂലമായ, ശരിക്കും നല്ല കൂളായ നല്ല അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ആ അന്തരീക്ഷത്തിൽ ശരിക്കും ബൈക്കിൽ ആ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഈ കാലാവസ്ഥയിൽ നമ്മൾ ഈ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര വളരെ രസകരമായൊരു സംഭവമായിരിക്കും. മാത്രമല്ല
ആകാശത്ത് വെൺമേഘങ്ങൾ, ശരിക്കും പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ പടർന്നു നിൽക്കുന്ന സന്ധ്യയുടെ, അതായത് ഉച്ച കഴിഞ്ഞുള്ള ആ കാഴ്ച, അത് വളരെ രസകരമാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. ശരിക്കും മൂന്നാറിൽ നമ്മളൊരു 3-4 ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ വേണം മൂന്നാറിൽ വരുവാനായിട്ട്. മൂന്നാറിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത്രയ്ക്കും എന്താ പറയുക, നമ്മളുടെ വാക്കുകൾക്ക് വിവരിക്കാവുന്നതിനേക്കാൾ വളരെ പരമോന്നതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഉയരത്തിലാണ് മൂന്നാറിൻ്റെ സൗന്ദര്യവും നിലനിൽക്കുന്നത്. JD മെട്രോ എന്ന് പറയുന്ന സായിപ്പാണ് 1880 ഇവിടെ എല്ലാം തുടങ്ങുന്നത്. അവിടുന്ന് തൊട്ട് മൂന്നാറിലേക്ക് തദ്ദേശീയരായിട്ടുള്ള ആദിവാസികൾക്ക് പകരം അവരോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ തമിഴരും ഇവിടുത്തെ ജനവിഭാഗമായി മാറിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സമയത്ത് സ്വന്തമായ റെയിൽവേ സംവിധാനം പോലും ഇവിടെ ഉണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. പിന്നീട് വലിയൊരു വെള്ളപ്പൊക്കവും മറ്റുള്ള പ്രകൃതിയുടെ ആ സംഹാര താണ്ഡവത്തിൽ അതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്, രാവിലെ മൂന്നാർ ടൗൺ അവർ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് എല്ലാ ദിവസവും അടിച്ച് കഴുകിയിരുന്നു. അത്രയും ഹൈജീനും അത്രയും നല്ല രീതിയിലായിരുന്നു അവർ കാത്തുകൊണ്ടത് മൂന്നാറിനെ. അത്രയും സുന്ദരിയായ മൂന്നാറിൻ്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ സന്ധി മയങ്ങിത്തുടങ്ങി. പ്രകാശത്തിൻ്റെ പ്രശ്നമുണ്ട്, കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മറ്റുള്ള താമസവും മറ്റു കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് മനസ്സോടുകൂടി മൂന്നാറിൽ നിന്നും നമ്മൾ യാത്ര തിരികയാണ്. ഇത് ടോപ്പ് സ്റ്റേഷൻ വരെയാണ് ഞങ്ങളുടെ യാത്ര നടന്നത്. അവിടെ നിന്നും തേനിയുടെ ഭാഗത്തുള്ള വിൻഡ് മില്ലുകളുടെ ഒരു ദൂരക്കാഴ്ച നമ്മുടെ ക്യാമറയ്ക്ക് പകർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു. ആ ഒരു സംതൃപ്തിയോടുകൂടി ദൂരത്ത് മഞ്ഞിൻ്റെ നേർത്ത മാലാപ്പുകൾക്കിടയിൽ കൂടിയുള്ള ആ കാഴ്ചയും കണ്ട് മടക്കിയ യാത്രയ്ക്കുള്ള വട്ടം കൂട്ടലിലായിരുന്നു നമ്മൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.